മരണത്തിൽ നിന്നും പോകാൻ കഴിയില്ല. ആ മരണത്തിന്റെ മുന്നിൽ സ്ഥാനം ഒരു പ്രശ്നമല്ല, ആ മരണത്തിന്റെ മുന്നിൽ അധികാരം ഒരു പ്രശ്നമല്ല, ആ മരണത്തിന്റെ മുന്നിൽ ആരോഗ്യം പോലും ഒരു പ്രശ്നമല്ല. എല്ലാ ശരീരവും ഒരു അച്ചുകണ്ണിൽ കണ്ടിട്ട് എല്ലാ ശരീരത്തിനും മരണത്തിന്റെ വീതിയിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന അത്ഭുതകരമായ മരണത്തെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. വെറും മരണമല്ല മനുഷ്യ, ആ മരണത്തിന്റെ രുചി തന്നെ നിങ്ങൾ അനുഭവിക്കുമെന്ന്, ആ മരണത്തിന്റെ വേദന നിങ്ങൾ അനുഭവിക്കുമെന്ന്, ആ മരണത്തിന്റെ പ്രയാസം നിങ്ങൾ അനുഭവിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. ഈ പള്ളിയുടെ പറമ്പിലേക്ക് നാം ഒന്ന് നോക്കിയേ. കരകുളം മുസ്ലിം ജമാഅത്തിന്റെ ശ്മശാനത്തിലേക്ക് നാം ഒന്ന് നോക്കിയേ പെങ്ങളെ. എത്രയോ ഖബർസ്ഥാനുകൾ നമ്മൾ കണ്ടവരാ. ആ ഖബർസ്ഥാനിൽ മുഴുവനും അടുക്കോടെ ചിട്ടയോടെ സാഹോദര്യ ബന്ധം പുലർത്തിക്കൊണ്ട് തോളോട് തോള് ചേർന്നെന്ന് നമസ്കരിക്കുന്നത് പോലെ ആ മണ്ണിൽ ഓരോ ജഡങ്ങളും ചേർന്ന് ചേർന്ന് കിടക്കുകയാ. അതിൽ വിദഗ്ധരായ ഡോക്ടർമാരെ നമുക്ക് കാണാം, അതിൽ വിദഗ്ധരായ എഞ്ചിനീയർമാരെ നമുക്ക് കാണാം, പ്രശസ്തരായ നേതാക്കന്മാരെ നമുക്ക് കാണാം, ലോകം അംഗീകരിച്ച ആളുകളെയും നമുക്ക് കാണാം. എല്ലാ അധികാരങ്ങളും ഈ ഭൂമിയുടെ തൊലിപ്പുറത്ത് വെച്ചിട്ട്, എല്ലാ സ്ഥാനമാനങ്ങളും ഈ ഭൂമിയുടെ തൊലിപ്പുറത്ത് വെച്ചിട്ട്, എല്ലാ അധികാരങ്ങളും കൈയൊഴിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മരണത്തെ കൈവരിച്ചില്ലേ? അല്ലാഹുവിന്റെ മുന്നിലേക്ക് അവര് മടങ്ങിപ്പോയില്ലേ? എല്ലാവരും മരണത്തെ വരിച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്ത് നിന്നും നീങ്ങിപ്പോയില്ലേ? പിന്നെ എന്താ മടിച്ചു നിൽക്കുന്നത്? അല്ലാഹുവിന്റെ അടുക്കൽ നിന്നും ആര് ജീവൻ വാങ്ങിയോ? അല്ലാഹുവിന്റെ സമക്ഷത്തിൽ നിന്ന് ഈ ഭൂമി ലോകത്തേക്ക് ആര് മടങ്ങി വന്നോ? തീർച്ചയായും ദായിക്കത്തിൽ മരണത്തിന്റെ വേദന അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ആ മരണത്തെ രണ്ട് കൈകൾ നീട്ടി സ്വീകരിച്ചുകൊണ്ട് ചലനമറ്റ ശരീരത്തോടുകൂടി പള്ളിപ്പറമ്പിലേക്ക് നടന്നു പോകേണ്ടി വരും, പള്ളിപ്പറമ്പിലേക്ക് പോകേണ്ടി വരും. അധികാരത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കില്ല മരണം, ആർഭാടത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കില്ല മരണം. ആണായാലും പെണ്ണായാലും യൗവനമുള്ളവനായിരുന്നാലും ശൈശവമുള്ളവനായിരുന്നാലും ആര് തന്നെയായിരുന്നാലും ആ മരണം പകച്ചു നിൽക്കില്ല. മരണം അവനെയും കൊണ്ട് പറന്നു പോകും, മരണം അവനെ കൊണ്ടുപോകുക തന്നെ ചെയ്യും, മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ. ആലമുൽ അർവാഹിൽ നിന്ന് മനുഷ്യന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ആലമുൽ അർവാഹിൽ നിന്നും ആലമു ദുനിയയിലേക്ക് മനുഷ്യൻ വന്നു എങ്കിൽ ആലമുൽ അർവാഹിൽ സമ്മാനിച്ച റൂഹിനെ ആലമു ദുനിയയിൽ വെച്ച് തിരിച്ചു മടക്കി കൊടുക്കേണ്ടി വരും. ആ വിഷയത്തിൽ പൂർണ്ണമായ ബോധമുള്ളവരാകണം നമ്മൾ. മരണം ഉറപ്പാണ് എന്ന വിഷയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു പോകാൻ. ആലമുൽ അർവാഹിൽ നിന്ന് മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നും ജീവനെ വാങ്ങിയോ, റൂഹിനെ വാങ്ങിയോ, ആ റൂഹിനെ അടുത്ത ഘട്ടമാകുന്ന ആലമു ദുനിയയിൽ വെച്ച് അല്ലാഹുവിലേക്ക് തിരിച്ചു മടക്കി കൊടുക്കേണ്ടി വരും. അതിന് കാലതാമസമില്ല, അതിന് സമയദൈർഘ്യമില്ല. ഈ ദുനിയാവിലുള്ള ജീവിതം, ആലമു ദുനിയയിലുള്ള ജീവിതമാണ് ഏറ്റവും ചുരുങ്ങിയ സമയം. ആലമുൽ അർവാഹിൽ അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരമുള്ള സമയം കഴിഞ്ഞാൽ പിന്നെ ഒരു ലോകത്ത് പോലും മനുഷ്യന്റെ സമയത്തിന് നിർണതയില്ല. ഏറ്റവും ചുരുങ്ങിയ സമയം മനുഷ്യൻ ജീവിക്കേണ്ടത് ആലമു ദുനിയ, ഈ ആലമുൽ ദുനിയയിലാണ്, അവിടെയാണ് മനുഷ്യൻ ജീവിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ സമയം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് സഹാബത്ത് ചോദിച്ച ഉമർ ഇബ്നു ഉമറേ, ദുനിയാവിനെ കുറിച്ച് പറഞ്ഞു തരുമോ? മസ്സിൽ ലന ദുനിയാ, മസ്സിൽ ലന ദുനിയാ. ഇബ്നു ഉമർ ദുനിയാവിനെ കുറിച്ച് നിങ്ങൾക്ക് ഉപമ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ഈ ദുനിയാവിനെ കുറിച്ച് ഞങ്ങൾക്ക് ഉപമ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അദ്ദുനിയാ കഹ്ലുമൻ നായിമി,
ദുനിയാവെന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്നവന്റെ സ്വപ്നം പോലെയെന്ന് സയ്യിദുനാ ഇബ്നു ഉമർ അൽ ഖത്താബ്. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്റെ സ്വപ്നം പോലെയാണ് ദുനിയാവ്. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ എങ്ങനെയാണോ സ്വപ്നം കാണുക അത്രേ ഉള്ളൂ ഈ ദുനിയാവിന്റെ കാര്യം. രാത്രിയുടെ സായം സന്ധ്യയിൽ ശയനമുറിയിലേക്ക് കടന്ന മനുഷ്യൻ തന്റെ കിടപ്പറയിലേക്ക് മലർന്നു കിടന്നിട്ട് അദ്ദേഹത്തിന്റെ പുതപ്പെടുത്ത മുകളിലേക്ക് അങ്ങ് വിരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് മയക്കം വന്നു. ആ മയക്കത്തിൽ കടന്നു വന്നൊരു സ്വപ്നം ഇന്ത്യൻ പ്രധാനമന്ത്രി ആകുന്നതോ അതല്ലെങ്കിൽ ആകാശത്തിന്റെ വിരിമാറിലൂടെ പറന്നു നടക്കുന്നതോ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുകൾ കുന്നുകൂട്ടി വെക്കുന്നതോ അങ്ങനെ തുടങ്ങുന്ന അനന്തമായ സ്വപ്നം. ആ സ്വപ്നം അങ്ങനെ കണ്ടുകൊണ്ട് കിടക്കുമ്പോൾ ഉമ്മ വന്നുകൊണ്ട് കാലിൽ തട്ടുന്ന സുബഹിന്റെ സമയമായടാ എഴുന്നേൽക്ക്. പെട്ടെന്ന് തന്റെ മൂട് മാറ്റിയിട്ട് ചാടി എഴുന്നേൽക്കുന്നു. അങ്ങനെ ഉമ്മ വന്നുകൊണ്ട് തട്ടുമ്പോ മകൻ ചാടി എഴുന്നേൽക്കുന്നു. സുബ്ഹാനല്ലാഹ്, നല്ലൊരു സ്വപ്നമായിരുന്നു, നഷ്ടപ്പെട്ടുവല്ലോ. എന്തൊക്കെ ആഗ്രഹത്തിന്റെ മുകളിലൂടെ സഞ്ചരിച്ചവരായിരുന്നു, എന്തൊക്കെ മോഹങ്ങളായിരുന്നു എന്റെ മനസ്സിൽ, അതൊക്കെ ഈ ഉമ്മ നശിപ്പിച്ചല്ലോ എന്ന് വഴക്ക് പറഞ്ഞുകൊണ്ട് മകൻ ചാടി എഴുന്നേൽക്കുകയാ. പിന്നീട് ഒരിക്കൽ കൂടി ആ പുതപ്പ് പുതച്ചുകൊണ്ടവൻ കിടന്നാൽ പോലും ആ സ്വപ്നം മടങ്ങി വരില്ല. ആ സ്വപ്നത്തിലേക്ക് പിന്നവന് മടങ്ങിപ്പോകാൻ കഴിയില്ല. അത് തന്നെയാണ് സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. ഇല്ല, ആ ദുനിയാവെന്ന് പറഞ്ഞാൽ കഹ്റുൻ നായിമേ, ഉറങ്ങിക്കിടക്കുന്നവന്റെ സ്വപ്നം പോലെയാ. ആ സ്വപ്നം പിന്നെ മടങ്ങി വരില്ല. ഈ ദുനിയാവിൽ അല്ലാഹു തന്ന സമയം കഴിഞ്ഞാൽ, ഈ ദുനിയാവിൽ അല്ലാഹു സമ്മാനിച്ച സമയം കഴിഞ്ഞാൽ പിന്നെ ആ ദുനിയാവിലേക്ക് മടക്കമില്ല. പിന്നെ ആ ദുനിയാവ് ഒരിക്കൽ കൂടി കിട്ടണമെന്ന് വിചാരിച്ചാൽ കഴിയില്ല. പിന്നെ ആ സ്വപ്നത്തിലേക്ക് മടങ്ങിപ്പോകണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. എന്നാൽ ഈ ദുനിയാവിന് സ്വപ്നത്തിനും അപ്പുറമാണ്. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ സ്ഥിരതയുടെ കാലതാമസമില്ലാത്ത സ്ഥലമാണെന്ന് മോഹിച്ചു പോയ ഒരുപാട് അധികാരികളെ ദുനിയാവിലുണ്ടായിരുന്നു. ഒരുപാട് മോഹങ്ങളുള്ള ആളുകൾ ഈ ഭൂമിപ്പുറത്ത് ജീവിച്ചിരുന്നു. പക്ഷേ അവരെയും അസ്രായേല് കടത്തിക്കൊണ്ടുപോയി. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടക്കാരനായ ശദ്ദാദ് എന്ന ചക്രവർത്തി വലിയ അഹങ്കാരത്തിന്റെ മൂർത്തീഭവനത്തിൽ കയറി നിന്ന മനുഷ്യനാണ് ശദ്ദാദ്. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടക്കാരനായിരുന്നു. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് വിവരിച്ചു കൊടുത്തപ്പോ ശദ്ദാദ് എന്ന അഹങ്കാരിയായ ചക്രവർത്തി സ്വാലിഹ് നബിയോട് പറഞ്ഞു, ഇല്ല, സ്വർഗം അതിനേക്കാളോ, സ്വർഗം എത്രയോ ആഡംബരമായാലെന്താ, സ്വർഗം എത്രയോ അനുഗ്രഹങ്ങളുള്ളതായാലെന്താ, സ്വർഗം നാളെ പാരത്രിക ലോകത്തല്ലേ. പക്ഷേ ശദ്ദാദ് എന്ന ഞാനുണ്ടല്ലോ, ഈ ഭൂമി ലോകത്ത് തന്നെ സ്വർഗം പണിയുമെന്ന അഹങ്കാരത്തിന്റെ വാക്കുമായിട്ട് അദ്ദേഹത്തിന്റെ കൊട്ടാരം സ്വർഗമാക്കാൻ ശ്രമിക്കുകയാണ്. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ആ കൊട്ടാരത്തിന്റെ ജോലിക്കാര് സ്വർഗമെന്ന കൊട്ടാരം പണിഞ്ഞു കഴിഞ്ഞിട്ട് ശദ്ദാദിനോട് പറഞ്ഞു, ശദ്ദാദ്, നിന്റെ ആഗ്രഹത്തിന്റെ അഭിലാഷമാകുന്ന കൊട്ടാരം ഇതാ, നിന്റെ ആഗ്രഹത്തിന്റെ അഭിലാഷമാകുന്ന കൊട്ടാരം പൂർത്തിയായിരിക്കുന്നു. നീ പറഞ്ഞ കൊട്ടാരം ഞങ്ങൾ പണിത് പൂർത്തിയാക്കിയിരിക്കുന്നു. ശദ്ദാദ് സ്വാലിഹ് നബിയെ വെല്ലുവിളിക്കുകയാണ്. പാരത്രിക ലോക ജീവിതത്തിൽ സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന സ്വാലിഹ് ഈ ഭൂമി ലോകത്ത് തന്നെ ശദ്ദാദ് സ്വർഗം കൊടുക്കുകയാ എന്ന് ജനങ്ങളോട് വിളംബരം ചെയ്തുകൊണ്ട് ആ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളിലും തന്റെ സ്വർഗ സമാനമായ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആ കൊട്ടാരത്തിന്റെ ഉദ്ഘാടന ദിവസമതാ ശദ്ദാദ് എന്ന ഭീകരനായ മനുഷ്യൻ ആ കൊട്ടാരത്തിലേക്ക് ആർഭാടത്തോടെ കടന്നു വരുമ്പോ തന്റെ സ്വന്തം കൊട്ടാരത്തിന്റെ പടിക്കലേക്ക് കാലിറക്കുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് അസ്രായേല് കടന്നു വരികയാണ്. അസ്രായേല് കടന്നു വന്നിട്ട് ആ കൊട്ടാരത്തിന്റെ ഉള്ളിൽ താമസിക്കുവാനുള്ള
അവസരം പോലും ആ ശദ്ദാദെന്ന മനുഷ്യന് കിട്ടിയില്ല. അതിനു മുമ്പ് ആ മരണത്തിന്റെ മുന്നിൽ കിടന്നു കൊടുക്കേണ്ടി വന്നു. അതിനു മുമ്പ് ആ മരണത്തിന്റെ മുന്നിൽ തലകുനിക്കേണ്ടി വന്നു. ശദ്ദാദിന് മടങ്ങേണ്ടി വന്നു. ദുനിയാവിൽ സ്വർഗം കേൾക്കാമെന്ന് മോഹിച്ച ശദ്ദാദിന് മടങ്ങേണ്ടി വന്നു. അദ്ദേഹം തന്റെ കൈകൾ കൊണ്ട് പണിഞ്ഞ ആ സ്വർഗത്തിലേക്ക് പോലും കാലുവെക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ ഒരുപാട് സ്വേച്ഛാധിപതികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഫിർഔൻ എന്ന ഭീകരനുണ്ടായിരുന്നു, അബൂ ലഹബ് എന്ന ഭീകരനുണ്ടായിരുന്നു, അബൂ ജഹൽ എന്ന ഭീകരനുണ്ടായിരുന്നു. അവരെ പോലെ ആർഭാടത്തിന്റെ അലകളില്ലാത്ത, അവരെ പോലെ ആർഭാടത്തിന്റെ മൂർത്തിഭവനത്തിൽ കയറി നിന്ന് അഹങ്കരിക്കുന്ന ഒരുപാട് ആളുകൾ ഭൂമി ലോകത്തുണ്ടായിരുന്നു. അമേരിക്ക എന്ന ഏറ്റവും വലിയ സാമ്രാജ്യത്വം ഭരിച്ചിരുന്ന, ഏറ്റവും വലിയ നാട് ഭരിച്ചിരുന്ന ഭരണാധികാരികൾ പോലും മരണത്തെ വെല്ലുവിളിച്ചിരുന്നു. പക്ഷേ ആ മരണത്തിന്റെ മുന്നിൽ തലകുനിച്ചേണ്ടേക്കേണ്ടി വന്നു. ആയിരക്കണക്കിന് സൈന്യങ്ങൾ സായുധരായിട്ട് കാവൽ നിന്നിട്ട് പോലോ, ആയിരക്കണക്കിന് സൈന്യങ്ങൾ സായുധരായി കാവൽ നിന്നിട്ട് പോലോ ഒരു പോരിന് പോലും ഏൽക്കില്ല എന്ന് വാക്കുകൊടുത്തിട്ട് തന്റെ മണിയറയ്ക്ക് വെച്ച കാത്തിരുന്നിട്ട് പോലോ അസ്രായേൽ എന്ന മനുഷ്യനുണ്ടല്ലോ, അസ്രായേൽ എന്ന മലക്കുണ്ടല്ലോ, ആരെയും വകവയ്ക്കാതെ കടന്നു ചെന്നിട്ട് ആ മനുഷ്യന്റെ റൂഹുമായി കടന്നു പോയില്ലേ. ഇസ്രായേലിന് പിന്നെ അനുവാദത്തിന്റെ ആവശ്യമില്ല. തന്റെ സൈന്യത്തെ മുഴുവനും കൊട്ടാരത്തിന്റെ മുന്നിൽ വാളും പരിചയമായി നിർത്തി തന്റെ ജീവൻ പിടിക്കാൻ വരുന്ന അസ്രായേലിനെ തടുത്തു നിർത്താൻ. പക്ഷെ കഴിഞ്ഞില്ല. അസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നത് മറിഞ്ഞില്ല, പോയതും മറിഞ്ഞില്ല, കൊണ്ടുപോയി. ഖുർആൻ പറഞ്ഞുവല്ലോ, കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ. എത്രയോ കൊട്ടാരങ്ങളാണ്, എത്രയോ ആർഭാടകരമായ കൊട്ടാരങ്ങളാണ്, എത്രയോ സുഖമുള്ള നദികളാണ്, എത്രയോ തോട്ടങ്ങൾ ഉടമസ്ഥരായിരുന്നു. പക്ഷേ മരണത്തിന്റെ മുന്നിലേക്ക് കാല് വെച്ചപ്പോ ഒരു കൊട്ടാരവും അവനെ സഹായിച്ചില്ല, ഒരു കൂടാരവും അവനെ സഹായിച്ചില്ല. അവന്റെ കോടിക്കണക്കിന് വരുന്ന സമ്പത്തിന്റെ ഒരു രൂപ പോലും അവന് വേണ്ടിയിട്ട് കാവൽ നിന്നില്ല. അവനെയും കൊണ്ട് മരണം കടന്നുപോയില്ലേ. എത്രയോ സമ്പത്തുകൾ ഈ ഭൂമി ലോകത്ത് പ്രവേശിച്ചു കൊണ്ടവർക്ക് മടങ്ങി പോകേണ്ടി വന്നു. ഫിർഔന്റെ കൊട്ടാരം, ശദ്ദാദിന്റെ കൊട്ടാരം, അങ്ങനെ സമ്പത്തിന്റെ കലവറകളുമായി ജീവിച്ചിരുന്ന ആളുകൾ അവസാനം തന്റെ സമ്പത്തുകൾ മുഴുവനും ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വന്നു. മരണം ഒരു തമാശയല്ല, അതൊരത്ഭുതമാണ്. മരണം ഒരത്ഭുതം തന്നെയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ 4 സ്ഥലങ്ങളിൽ മരണത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. വിവിധങ്ങളായ സൂറത്തിന്റെ മുഖ്യമായ ഭാഗങ്ങളിൽ അല്ലാഹു ആ മരണത്തെ സൂചിപ്പിക്കുന്നുണ്ട്. മരണത്തിന്റെ വേദന, മരണത്തിന്റെ വെപ്രാളം, മരണത്തിന്റെ പ്രയാസം, മരണത്തിന്റെ അസമാധാനം, സമാധാനമില്ലായ്മ, ഇതെല്ലാം അല്ലാഹു തആല വിശദീകരിച്ച് പറയുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് മരണം ഇത്രയും വലിയൊരു കാര്യമാണോ. നമ്മളൊക്കെ നോക്കുമ്പോ ചില ആളുകൾ പ്രായമാകുന്നു, മരണപ്പെടുന്നു, അവർക്ക് വേണ്ടിയുള്ള ചില കടമകളും കർത്തവ്യങ്ങളും നമ്മൾ നിർവഹിച്ചുകൊണ്ട് അവരെ കൊണ്ട് അടക്കുന്നു. പ്രായമായപ്പോൾ അവർ മരണപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിക്കുകയാണ്. പക്ഷേ അങ്ങനെ ആസ്വദിക്കാനുള്ള, അങ്ങനെ സമാധാനിക്കാനുള്ള സമയമായിട്ടില്ല. ഖുർആൻ മരണത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴേ ആ മരണം ഒരു തമാശയാണോ, ആ മരണം ഒരു വെറും ഒരു വിഷയമാണോ എന്ന് നമുക്ക് മനസ്സിലാവുക. പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്ത് ഖാഫിന്റെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല മരണത്തിന്റെ അവസ്ഥ പറയുന്നു. വജാഅ സക്റത്തുൽ മൗത്ത്. മരണത്തിന്റെ വെപ്രാളം, മരണത്തിന്റെ വേദന അവർക്ക് എത്തിയെന്ന് ഖുർആൻ പറയുകയാണ്. ഒരായത്തിന്റെ ഒരു ശകലം ഭാഗമാണ് സക്കറാത്തിന്റെ അവസ്ഥയും നമ്മൾ പറയാറില്ലേ, ആ അവസ്ഥയെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്. സൂറത്ത് അനാമിന്റെ 93-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്. ഈ ആയത്തിൽ അല്ലാഹു മരണത്തിന്റെ വെപ്രാളത്തെ കുറിച്ചാ പറയുന്നത്. അസ്രായേൽ കടന്നു വരുമ്പോ
നിരാലംബനായി കിടക്കുന്ന, ആശ്രയമില്ലാതെ മലർന്നു കിടക്കുന്ന മനുഷ്യന്റെ നെഞ്ചകത്തിൽ വരുന്ന പ്രാണത്തിന്റെ അവസ്ഥയെ കുറിച്ച് ഖുർആൻ പറയുന്നത്. ഈ ഭൂമി ലോകത്ത് അക്രമകാരികളെ പോലെ നടമാടിയ, അക്രമികളെ പോലെ നടന്നു നീങ്ങിയ മനുഷ്യന്റെ സമീപത്ത് അസ്റായിൽ എന്ന മലക്ക് കടന്നു വരുമ്പോൾ അവന്റെ ഹൃദയം ഇടിക്കുകയാണ്, അവന്റെ മനസ്സ് പ്രയാസപ്പെടുകയാണ്. എങ്ങനെ ഒന്ന് രക്ഷപ്പെടുക? രണ്ടാമത്തെ അവസ്ഥയാ. ആദ്യം അല്ലാഹു സക്രാത്തുൽ മൗത്തിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ വമറാത്തുൽ മൗസ്, മരണത്തിന്റെ വെപ്രാളം. فلولا إذا بلغت الحلقوم, സൂറത്ത് വാഖിയയുടെ 83-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, അവരുടെ തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് ആ മരണത്തിന്റെ ആസ്വാദനം, ആ മരണത്തിന്റെ ഹൃദയത്തെ കഴിഞ്ഞാൽ ആ പിടിയിൽ നിന്നും മാറിപ്പോകാൻ മനുഷ്യന് കഴിയില്ല. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ഹൽഖിന്റെ ഭാഗത്ത് മരണത്തിന്റെ വേദന എത്തിയാൽ, ആ റൂഹ് പിടിക്കുന്ന രംഗം അവന്റെ തൊണ്ടക്കുഴിയിലെത്തിയാൽ ഓരോ ഘട്ടങ്ങളും അല്ലാഹു തആല പറയുകയാ. കല്ലാ ഇദാ ബലഗത് തറാഖിയ വഖീല മൻ റാഖ്, സൂറത്ത് ഖിയാമയിൽ അല്ലാഹു പറയുകയാണ്, കല്ലാ ഇദാ ബലഗത് തറാഖിയ വഖീല മൻ റാഖ്. ആ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കുകയാണ്, ഈ സമയത്താരാ എനിക്കൊരു സമാധാനം തരുക, ഈ സമയത്താരാ എനിക്ക് ആശ്വാസം തരുക എന്ന് വേദനയോടെ നിലവിളിക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഏതൊക്കെ അവസ്ഥയാണ് മരണത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്? ആ അവസ്ഥകൾ നമ്മുടെ മനസ്സിലേക്കൊന്ന് ഓടി വരട്ടെ. മരണത്തിന്റെ വേദനയെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലയോ? മരണത്തിന്റെ വെപ്രാളത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലയോ? മരണത്തിന്റെ ആസ്വാദനത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞുവല്ലോ. ഓരോ ഘട്ടങ്ങളിലൂടെ മനസ്സ് കടന്നു വരട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ആരോഗ്യത്തോടെ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോ ഒരവസരത്തിൽ ഒരു സന്ദേശവുമില്ലാതെ മരണം കടന്നു വരുമ്പോ, ആ മരണത്തിന്റെ മുന്നിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോ, എന്റെ പ്രിയമുള്ള ഉമ്മ, ഒരു പ്രയാസവുമില്ലാതെ, ഒരു വേദനയുമില്ലാതെ, ഒരു സമാധാനത്തോടെ മരണം നമുക്ക് കൈവരിക്കാം. സമാധാനമുള്ള മരണം കൈവരിക്കാം. ഞാനും നിങ്ങളും തയ്യാറാണോ? ഞാനും നിങ്ങളും അതിന് മനസ്സുള്ളവരാണോ? സമാധാനമുള്ള മരണം, ആശ്വാസമുള്ള മരണം കൈവരിക്കാൻ അക്രമികളായ ആളുകൾ മരണത്തിന്റെ മുന്നിൽ വേദന അനുഭവിച്ചപ്പോ, അനുസരണയില്ലാത്ത വിഭാഗങ്ങൾ മരണത്തിന്റെ മുന്നിൽ തലകുനിച്ചപ്പോ, അവർ വേദന അനുഭവിച്ചപ്പോൾ, ഇനി ഒരു വേദനയില്ലാത്ത ആശ്വാസമുള്ളൊരു മരണത്തിന് എന്റെ പ്രിയമുള്ള സഹോദരന്മാർ തയ്യാറാണോ? പുഞ്ചിരിയോടെ മരിക്കാൻ, സന്തോഷത്തോടെ മരിക്കാൻ നമ്മൾ തയ്യാറാണോ? മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശിഷ്യന്മാരെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ, തന്റെ ശിഷ്യന്മാരുടെ മുന്നിൽ വിജ്ഞാനങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോ, മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, എനിക്കൊരു അതിഥി വന്നിരിക്കുന്നു, എനിക്കൊരു അതിഥിയായ ആള് വന്നിരിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ സ്വീകരിച്ചിട്ട്, അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചിട്ട് ഞാൻ മടങ്ങി വരാമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞുകൊണ്ട് ഇൽമു പറഞ്ഞ സദസ്സിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പോകുകയാണ് സയ്യിദുനാ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പോയി കഴിഞ്ഞ് ഒരുപാട് സമയം കഴിഞ്ഞിട്ടും ഉസ്താദിനെ കാണാത്തത് കൊണ്ട്, ഒരുപാട് നേരം കഴിഞ്ഞിട്ടും ഉസ്താദിനെ കാണാൻ കഴിയാത്തത് കൊണ്ട്, മഹാനായ സയ്യിദുനാ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യന്മാര് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഓടിച്ചെല്ലുകയാണ്. വീട്ടിലേക്ക് ഓടിച്ചെന്നു. കതക് തുറന്നു നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി രണ്ട് കൈകളും ഇങ്ങനെ കൂട്ടി കെട്ടിയിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ ദ്വാരങ്ങളിലും പഞ്ഞു വെച്ചിട്ട് മരണത്തിന്റെ മുന്നിൽ അദ്ദേഹം അങ്ങനെ കിടക്കുകയാണ്. മരണപ്പെട്ട് മരണാസന്നനായി കിടക്കുകയാണ്.
ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ആരെ സ്വീകരിക്കാൻ പോയി? അതിഥിയായി വന്ന മരണത്തെ സ്വീകരിക്കാൻ. പുഞ്ചിരി തൂകുന്ന ഹൃദയവുമായി, സന്തോഷമുള്ള മുഖവുമായിട്ട് സമാധാനമുള്ള ഒരു മരണത്തെ അതിഥിയെ പോലെ സ്വീകരിക്കാൻ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പോയതാ. സന്തോഷത്തോടെ പുഞ്ചിരി തൂകുന്ന മനസ്സോടെ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ട് കിടക്കുകയാണ്. ഇതുപോലെ സന്തോഷമുള്ളൊരു മരണം, ഇതുപോലെ പുഞ്ചിരി തൂകുന്ന ഒരു മരണം ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അല്ലാഹു കൊടുത്തതുപോലെ ലോകത്തെ കടന്നു വന്ന അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾക്ക് അല്ലാഹു സമ്മാനിച്ച സന്തോഷമുള്ളൊരു മരണം എന്റെ പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുമോ? ലഭിക്കണമെങ്കിൽ നമ്മൾ തയ്യാറാകണം. മരണപ്പെട്ട് കിടക്കുന്ന മഹാന്മാരുടെ മുന്നിലേക്ക് മലക്കുകൾ വരികയാ. തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്ന. തതനസ്സലു അലൈഹിമുൽ മലായിക, ആ മരണാസന്നരായി കിടക്കുന്ന മനുഷ്യന്റെ സമീപത്തേക്ക് മലക്കുൽ മൗത്തിന്റെ അകമ്പടിയോട് ഒരുപാട് മലക്കുകൾ കടന്നു വന്നിട്ട് ആ മനുഷ്യനോട് പറയുകയാണ്, അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്ന. നിങ്ങളെന്തിനാ പേടിക്കുന്നത്? നിങ്ങളെന്തിനാ വിഷമിക്കുന്നത്? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ കാൽവെപ്പുകളും നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവരാ. നിങ്ങളോടൊപ്പമുള്ള ആളുകൾ ആ സമയങ്ങളിൽ സന്തോഷിച്ചപ്പോൾ, ആർഭാടം കാണിച്ചപ്പോ നിങ്ങൾ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് മാറി നിന്നവരാ. നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ചവരാണ്. പാതിരാവിന്റെ സമയങ്ങൾ കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചവരാണ്. അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്ന. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് യാതൊരു പ്രയാസവും വരേണ്ട ആവശ്യമില്ല. വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്ന. സ്വർഗാഡംബരങ്ങളുള്ള സ്വർഗത്തിന്റെ സമോദര വശങ്ങളിൽ നിങ്ങൾക്ക് സുഖിക്കാമെന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ അവർക്ക് ആശീർവാദം കൊടുക്കുകയാണ്. പിന്നെ അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള നല്ല ആളുകൾ മരണപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് സഹാബത്ത് ചോദിച്ചോ, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ തബകി സമാഉ വൽ അർദു അലാ മൗതി അഹ്ലി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാ, ഫിർഔൻ എന്ന സ്വച്ഛാധിപതി മരണപ്പെട്ടപ്പോ, ശദ്ദാദ് എന്ന ഭീകരൻ മരണപ്പെട്ടപ്പോ, അബൂജഹൽ എന്ന ഭീകരൻ മരണപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ആശങ്കയോടെ ചോദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ, സഹാബത്ത്, ഈ വിഭാഗക്കാര് മരണപ്പെട്ടപ്പോഴൊന്നും ആകാശം കരഞ്ഞില്ല, ഭൂമി കരഞ്ഞില്ല, അല്ലാഹുവിന്റെ ഒരു സൃഷ്ടികളും കരഞ്ഞില്ല. സഹാബത്ത് ചോദിച്ചു, നബിയേ, ഹൽ തബകി സമാഉ വൽ അർദു അലാ മൗതി അഹദി യാ റസൂലല്ലാഹ്. ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യന് വേണ്ടി ആകാശം കരയുമോ നബിയേ? ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യന് വേണ്ടി ഭൂമി കരയുമോ നബിയേ? അങ്ങെന്താ പറഞ്ഞത്? അവർക്ക് വേണ്ടി ആകാശവും ഭൂമിയും ഒന്നും കരഞ്ഞില്ലെന്നോ? അപ്പോ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആരെങ്കിലും മരിച്ചാൽ അവർക്ക് വേണ്ടി ആകാശഭൂമികൾ കരയുമോ നബിയെ എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ മാതൽ അബ്ദു സാലിഹു വസാലിഹാബിനെ പോലെ, സാലിഹായ ആളുകളെ പോലെ, നല്ലവരായ ആളുകളെ പോലെ ഉള്ള ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ തബകി സമാഉ വൽ അർളു, ആകാശഭൂമികൾ കരയുമടോ, ആകാശഭൂമികൾ വേദനിക്കുമടോ. അവന്റെ ഇബാദത്തുകൾ കടന്നു പോകുന്ന ആകാശത്തിന്റെ വാതിൽ വിഷമത്തോടെ പ്രയാസത്തോടെ കരയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. വിഷമത്തോടെ അവര് കരയും. നല്ല ആളുകൾ മരണപ്പെട്ടാൽ
ആകാശഭൂമികൾ കരയും. ആകാശഭൂമികൾക്കിടയിലുള്ള വസ്തുക്കളും അവർക്ക് വേണ്ടി കരഞ്ഞ് കേണപേക്ഷിക്കും. പടച്ചവന്, ഈ നല്ല മനുഷ്യൻ മരിച്ചുപോയല്ലോ, ഈ മനുഷ്യന്റെ നല്ല ഇബാദത്തുകളായിരുന്നല്ലോ എന്നിലൂടെ ആകാശത്തിലേക്ക് കടന്നു വന്നത്, ഇനി എന്റെ മുന്നിലൂടെ കടന്നു വരാൻ നല്ല ഇബാദത്തുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വേദനിക്കും. അതുകൊണ്ടാണ് നല്ല സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാര് മരണപ്പെടുമ്പോ ആകാശങ്ങൾ കരഞ്ഞുകൊണ്ട് മഴ പെയ്യാറുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ അനുഭവങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞവല്ലോ, ഒരു സാലിഹായ മനുഷ്യൻ മരണപ്പെട്ടാൽ, ഒരു സാലിഹത്തായ പെണ്ണ് മരണപ്പെട്ടാൽ ആകാശ ലോകങ്ങൾ വ്യസനിക്കുമെന്ന്, ആകാശ ലോകങ്ങൾ കരയുമെന്ന് ലോകത്തിന്റെ നേതാവ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്റെ പേര് കേൾക്കുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള ഉമ്മ, നമ്മൾ മരിച്ചാൽ ആകാശം കരയുമോ ഉമ്മ? നമ്മൾ മരിച്ചാൽ ഭൂമി കരയുമോ ഉമ്മ? നമുക്ക് വേണ്ടി കുടുംബക്കാര് പോലും കരയാതെ നമ്മുടെ മോശത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് പരസ്പരം പരിഹസിക്കുന്ന ആധുനിക നൂറ്റാണ്ടിന്റെ മക്കളായിട്ട് നമ്മൾ ജീവിക്കുമ്പോ അല്ലാഹുവിലേക്ക് മടങ്ങണ്ടേ ഉമ്മ? അല്ലാഹുവിന്റെ വിളിയിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണ്ടേ? അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് മടങ്ങിപ്പോകുമ്പോ ഒരു സന്തോഷമുള്ള മരണം കൈവരുക്കാം, ഒരു ആശ്വാസമുള്ള മരണം കൈവരുക്കാം. എനിക്കും നിങ്ങൾക്കും കഴിയണമെന്ന അതെങ്ങനെയാ കഴിയുക ഉസ്താദ് എന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗമുണ്ട് ഉമ്മ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച മാർഗങ്ങളുണ്ട്, അതിലൂടെ കടന്നു പോകണം. അപ്പോ നമ്മൾ മരിച്ചാലും ആകാശലോകങ്ങൾ തേങ്ങിക്കരയും. ഒന്നാമതായി നമ്മൾ എന്ത് ചെയ്യണം? മരിക്കും എന്ന ഓർമ്മ എപ്പോഴും നിലനിർത്തണം. മരിക്കും എന്ന ഓർമ്മ, ആ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, എപ്പോഴും ഉണ്ടാകണം. ആ ചിന്ത നഷ്ടപ്പെട്ടാൽ ഇബാദത്തിന്റെ രുചി കുറയും. ആ ചിന്ത നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിതത്തിനൊരു സുഖവും ഉണ്ടാവില്ല. മരിക്കും എന്ന ഓർമ്മ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ടാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹാസിബൂ ഖബല അൻ തുഹാസബൂ. നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ ശരീരത്തെ വിചാരണ ചെയ്യപ്പെടണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരങ്ങളോട് നിങ്ങൾ തന്നെ ഹിസാബ് നടത്തണം, വിചാരണ നടത്തണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ് നബിയേ? നമുക്കറിയുമോ ഏറ്റവും വലിയ ബുദ്ധിയുള്ള മനുഷ്യനാരാ? ഡോക്ടറേറ്റ് നേടിയ മനുഷ്യനാണോ? പ്രസിദ്ധരായ മനുഷ്യനാണോ? ശാസ്ത്രലോകത്തിന്റെ അത്ഭുതങ്ങള് ലോകത്തെ വിവരിച്ചു കൊടുത്ത് പ്രശസ്തി നേടിയ മനുഷ്യനാണോ? ലോകത്താരാ ഏറ്റവും വലിയ ബുദ്ധിയുള്ള മനുഷ്യൻ? യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ നബിയേ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മരണത്തെക്കുറിച്ച് ഓർക്കുന്നവരാണ് ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. മരണത്തെക്കുറിച്ച് ഓർക്കണമെന്ന നമ്മുടെ സ്വന്തം ശരീരങ്ങൾ കുളിപ്പിക്കുമ്പോ ഈ ശരീരത്തിന്റെ ദേഹത്തേക്ക് മോടി പിടിപ്പിക്കുവാനുള്ള ആയുധങ്ങൾ നമ്മൾ കഴിച്ചു വിടുമ്പോ, ഈ ശരീരത്തിലേക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുമ്പോ, ഈ ശരീരം കൊണ്ട് അഹങ്കാരത്തോടെ ഭൂമിലോകത്തോടെ നടന്നു പോകുമ്പോ, ഈ ലോകത്ത് അടിയും തമാശകളും കള്ളുകടിയും പലിശയുമായിട്ട് ജീവിച്ചു തീർക്കുമ്പോ, എന്റെ പ്രിയമുള്ളവര്
മരണത്തെ കുറിച്ച് ഓർക്കണം കേട്ടോ. ഇന്ന് രാത്രിയിലോ ഇന്നത്തെ പകല് നിന്റെ ശരീരം നീ കുളിപ്പിച്ചിറങ്ങുക. ഇന്നത്തെ അസ്തമാനത്തിൽ നിന്റെ ശരീരം കുളിപ്പിക്കുക. ആ മഹല്ലിലുള്ള ജനങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു. നീ വാങ്ങിയ പലിശയുണ്ടല്ലോ, നീ കുടിച്ച കല്ലുകളുണ്ടല്ലോ, നീ കാണിച്ച ആഡംബരങ്ങളുണ്ടല്ലോ, നിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ അഹങ്കാരത്തിന്റെ നിമിഷങ്ങളുണ്ടല്ലോ, അത് അസ്തമിക്കാൻ സമയമായിരിക്കുന്നു, അത് തീരാൻ സമയമായിരിക്കുന്നു. ആ അഹങ്കാരത്തിന്റെയും ആർഭാടത്തിന്റെയും അഹന്തയുടെ എല്ലാ നിമിഷങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് മരണമെന്ന അത്ഭുത പ്രതിഭാസത്തിന്റെ മുന്നിൽ തലകുനിച്ചു കൊടുക്കേണ്ട ഒരു നിമിഷം കടന്നു വരും. ആ ബോധം നമുക്ക് വേണം. ആ ബോധമുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിമാന്മാരാണ്. ആ ബോധമുള്ള മനുഷ്യനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. നമ്മൾ ഓർക്കാറുണ്ടോ, ഈ പരിശുദ്ധമായ വഅദിന്റെ സദസ്സിലേക്ക് നമ്മൾ വന്നാൽ ഈ സദസ്സിന്റെ പ്രഭാഷണം കഴിഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാവരും മടങ്ങിപ്പോകും. നമ്മുടെ കുടുംബ വീടുകളിലേക്ക് നമ്മൾ ചെന്നാൽ അവിടുത്തെ കുടുംബ സംഗമങ്ങളും ആ സന്ദർശനവും കഴിഞ്ഞിട്ട് നമ്മുടെ സ്വന്തം ഭവനത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകും. ഈ ഭൂമിയുടെ ഏത് കോണിലേക്ക് നമ്മൾ പോയാലും അവിടെ നിന്ന് തിരികെ നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ സ്വന്തം വാസസ്ഥലത്തേക്ക് നമ്മൾ മടങ്ങിപ്പോകും. പക്ഷേ മരണം വന്ന് കരങ്ങളിൽ പിടിച്ചാൽ പിന്നെ മടക്കമില്ല. ആ മരണത്തിന്റെ കൂടെ നമുക്ക് സഞ്ചരിച്ചു പോകണം. മരണത്തിന്റെ കരാള ഹസ്തങ്ങൾ നമ്മുടെ കരങ്ങളിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരികെ പോകാൻ കഴിയില്ല. എത്രയോ ആഗ്രഹമുള്ള മനുഷ്യരാണ്, എത്രയോ മോഹമുള്ള മനുഷ്യരാണ് ഈ ഭൂമി ലോകത്തിൽ നിന്ന് ആശയം ആശങ്കയും തീരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് മടങ്ങി പോകേണ്ടി വന്നത്. സ്വന്തം ഭാര്യയുടെ ശരീരത്തിനോട് ചേർന്ന് കിടന്ന് കൊതി തീർന്നിട്ടില്ല. എന്റെ പേരക്കുട്ടികളുടെ ശ്രവണപിടങ്ങളിലേക്ക്, എന്റെ പൊന്നുമക്കളുടെ ചുവടുകളിലേക്ക് പൊന്നാര മുത്തം കൊടുത്ത കൊതി തീരാത്ത ആളുകൾ എത്രയാ. യുവത്വത്തിന്റെ ആരവങ്ങൾ കൊഴിഞ്ഞു തീരാൻ താമസമായിട്ട് യുവത്വം തീർക്കാൻ കഴിയാതെ എത്രയോ മനുഷ്യരാണ് പ്രിയമുള്ളവര്, എത്രയോ ആളുകളാണ്. കഴിഞ്ഞുപോയ വർഷം എറണാകുളം ജില്ലയിലെ പെരിയാറ് നദിയിൽ നിന്നും മുങ്ങിത്താഴ പോയ 6ഓളം വരുന്ന യുവാക്കളുടെ ശരീരം എടുത്തുകൊണ്ട് വന്നിട്ട് പ്രിയമുള്ളവന്റെ ജുമാവസരിൽ മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി വെച്ചപ്പോ എന്റെ പ്രിയമുള്ള ഉമ്മ, യുവത്വത്തിന്റെ എത്രയോ കാലങ്ങൾ കിടക്കാറുണ്ടോ, എത്രയോ മോഹങ്ങളുണ്ട് എന്റെ പ്രിയമുള്ളവര്. ഒരു വിവാഹ പ്രായം പോലും കഴിഞ്ഞിട്ടില്ലാത്ത 10-18 20 വയസ്സുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പെരിയാർ നദിയുടെ ഉള്ളിൽ മുങ്ങിത്താടുകയില്ലേ. അടുത്ത സമയത്ത് കിളിമാനൂരിന്റെ ദേശീയപാതയിൽ നടന്ന അപകടത്തെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? ബൈക്കിൽ സഞ്ചരിച്ചു പോയ പാവപ്പെട്ട 2 സഹോദരന്മാര് ആ ബൈക്ക് തിരിച്ചു വീണിട്ട് ആ ബൈക്കിലിരുന്ന ആ ബൈക്കിന്റെ പുറകുഭാഗത്തിരുന്ന മനുഷ്യന്റെ കൈകളിലിരുന്ന് പെട്രോളിന്റെ കന്നാസ് പൊട്ടിത്തെറിച്ചിട്ട് കരിഞ്ഞുപോയ ശരീരം വാരിയെടുത്ത ഒരു വല്ലാത്ത ദുരനുഭവത്തെ കുറിച്ച് നമ്മൾ ഓർക്കുന്നുണ്ടോ എന്റെ പ്രിയമുള്ള ഉമ്മ? അതിരാവിലെ വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞു പോകുന്ന ഭർത്താവ്, അതിരാവിലെ വീട്ടിൽ നിന്നും ചാറ്റ പറഞ്ഞു കൊണ്ടുപോകുന്ന പൊന്നുമോള്, അതിരാവിലെ ഉമ്മയോട് സലാം പറഞ്ഞു കൊണ്ടുപോകുന്ന പൊന്നുമോ അസറിന്റെ സമയത്ത് വീട്ടിലേക്ക് വരുമോ? അസറിന്റെ സമയത്ത് നമ്മളോട് പുഞ്ചിരിക്കുമോ? ഏതൊരുറപ്പ് നമുക്ക് പറയാൻ കഴിയുമെന്നോ? ആർക്കും പറയാൻ കഴിയില്ല. നമ്മുടെ ഭർത്താവ് തിരിച്ച് മടങ്ങി വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയോ? ഈ പറയുന്ന നമുക്ക് തന്നെ നാളത്തെ സൂര്യോദയം കാണാൻ കഴിയുമോ ഉമ്മ? കഴിയില്ല. അതിനുറപ്പ് പറയാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മരണത്തെ ഒരു അത്ഭുതമായി തന്നെ കാണുന്നത്. ഈ സന്തോഷങ്ങളും ഈ ആഹ്ലാദങ്ങളും ഒക്കെ മുറിഞ്ഞു പോകുന്ന ഒരു അവസരമാണ് മരണം. ആഹ്ലാദത്തിൽ സന്തോഷത്തിൽ ഒരു സദസ്സ് പങ്കിട്ട സഹാബത്തിന്റെ സമീപത്ത് കൂടെ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു വന്നു. സഹാബാക്കളൊക്കെ നല്ല തമാശ പറഞ്ഞ് അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്.
സഹാബാക്കളൊക്കെ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ആ സദസ്സിന്റെ ഭാഗത്ത് വന്നിട്ട് ആ സഹാബത്തിനോട് പറഞ്ഞു, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. സഹാബത്തെ അധികം സന്തോഷിക്കണ്ട, അധികം പുഞ്ചിരിക്കണ്ട സഹാബത്തെ. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. ഈ സുഖങ്ങളെല്ലാം, ഈ തമാശകളെല്ലാം മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവിടെ തമാശയില്ല, എല്ലാവരും നിശ്ചലരായി പോയി. മരണത്തെക്കുറിച്ച് ഓർക്കണം സഹാബത്തെ. പിന്നെ നിങ്ങൾക്ക് തമാശ പറയാൻ കഴിയില്ല, പിന്നെ നിങ്ങൾക്ക് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാൻ കഴിയില്ല. അക്സറോ എത്രയോ നന്മയുടെ സദസ്സുകൾ, എത്രയോ സ്വലാത്തിന്റെ മജ്‌ലിസുകൾ, എത്രയോ മൗലിദിന്റെ സദസ്സുകൾ നടക്കുമ്പോ ആ സദസ്സിൽ നിന്നെല്ലാം എഴുന്നേറ്റുകൊണ്ട്, ആ സദസ്സിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞുകൊണ്ട് തന്റെ കൂട്ടുകാരുടെ സമീപത്തേക്ക് തമാശ പറയാൻ പോയ ചെറുപ്പക്കാരാ, നമസ്കാരത്തിൽ നിന്നും സലാമിട്ട് കഴിയുന്നതിന് മുമ്പ് മൊബൈലിൽ വന്ന മിസ് കോൾ കണ്ടുകൊണ്ട് വെളിയിലേക്ക് പോകുന്ന ഗതികെട്ടതിന്റെ ചെറുപ്പക്കാരാ, അല്ലലും അനൽപ്പമില്ലാത്ത ജീവിതത്തിന്റെ ഭംഗി, അല്ലലും അനറ്റലുമില്ലാത്ത കുടുംബജീവിതം നടന്നു പോകുമ്പോ അല്ലാഹുവിനെ മറന്നുപോയ പ്രിയമുള്ള സഹോദരി, ആർഭാടത്തിന്റെ മൂർത്തിഭവനത്തിലേക്ക് സമ്പത്ത് കൊണ്ട് കയറിപ്പോയപ്പോ അല്ലാഹുവിനെ മറന്നുപോയ ചെറുപ്പക്കാരാ, അക്സറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. നിനക്ക് തോന്നെ സമയമൊന്നുമില്ല, നിനക്ക് തോന്നെ സമയമൊന്നുമില്ല, നീ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടി വരും. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിനക്ക് എപ്പോഴും വേണം. ഈ നമസ്കാരം ഇവിടെ നിർത്തിയിട്ട് ഞാൻ വെളിയിലേക്ക് പോകുമ്പോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, എന്റെ ജീവിതത്തിന്റെ ഈ സന്തോഷകരമായ നിമിഷത്തിൽ എന്റെ കുടുംബ ജീവിതത്തിലേക്ക് മരണം കടന്നു വന്നാൽ എനിക്ക് എന്താണ് നൽകാനുള്ളത്? എന്റെ എല്ലാ ആശ്രയത്തിന്റെയും, എന്റെ ആശ്രയമാകുന്ന എന്റെ ഭർത്താവിന്റെ ശരീരത്തിന് വല്ലതും സംഭവിച്ചാൽ എനിക്ക് പിന്നെ ആരാണുള്ളത്? ആ മടങ്ങിപ്പോയ ശരീരത്തെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് കഴിയുമോ പ്രിയമുള്ളവര്? അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം 20 പ്രാവശ്യം മരണത്തെക്കുറിച്ച് ഓർക്കണമെന്ന്. എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ആ പായലിരുന്ന് നമ്മളൊന്ന് ചിന്തിച്ച്, ഇന്നത്തെ അസ്തമാനത്തിന് വരെ എനിക്ക് സമയമുണ്ടോ? ളുഹർ നമസ്കാരം കഴിഞ്ഞ്, അസ്ർ നമസ്കാരം കഴിഞ്ഞ്, മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ്, ഇശാ നമസ്കാരവും കഴിഞ്ഞ് വീണ്ടും ഒരിക്കൽ കൂടി സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഈ പായയിലിരിക്കാൻ എനിക്ക് കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം 20 പ്രാവശ്യം മരണത്തെക്കുറിച്ച് ഓർക്കണമെന്ന. അങ്ങനെ ഓർത്താൽ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരും. അങ്ങനെ ഓർത്താൽ നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങൾ വരും. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ യഹ്ശറു അഹദുൻ മഅശ്ശുഹദാഇ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ നബിയേ, ഹൽ യഹ്ശറു അഹദുൻ മഅശ്ശുഹദാ? നബിയേ, ആർക്കെങ്കിലും ശുഹദാക്കളോടൊപ്പം ഒരുമിച്ച് കൂടുവാനുള്ള ഭാഗ്യമുണ്ടോ നബിയേ? പരിശുദ്ധമായ ദീനിനു വേണ്ടിയിട്ട് അഹോരാത്രം പാടുപെട്ട ധീരരായ സഹാബത്തിന് അല്ലാഹു കൊടുത്ത ഏറ്റവും ഉന്നതമായ പദവിയാകുന്ന ശുഹദാഇന്റെ പദവി, ആ പദവി കിട്ടാൻ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടോ നബിയേ? ഇന്ന് ലോകത്തിന്റെ നേതാവ് നബിയുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നഅം, അതേ സഹാബത്തെ, ശുഹദാക്കളോടൊപ്പം ഒരുമിച്ച് കൂടുവാൻ ഭാഗ്യമുള്ള ആളുകളുണ്ട്. അതാരെന്നറിയുമോ? മയ്യഖുറുൽ മൗത ഫിൽ യൗമി വൽ ലൈല. ഒരു ദിവസം രാവും പകലുമായിട്ട് മരണത്തെക്കുറിച്ച് ഓർക്കുന്നവനാണ് 20
20 പ്രാവശ്യം രാവും പകരമായിട്ട് മരണത്തെക്കുറിച്ച് ഓർക്കാൻ ഭാഗ്യമുള്ള മനുഷ്യ, നിന്റെ സ്ഥാനം എന്താണെന്നറിയുമോ? ലോകത്തിന്റെ നേതാവ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിനക്ക് ശുഹദാക്കളോടൊപ്പം ഒരുമിച്ച് കൂടാൻ കഴിയും. നിനക്ക് ശുഹദാക്കളോടൊപ്പം ഒരുമിച്ച് കൂടാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന് സ്വർഗസ്ഥാനങ്ങൾ കൊടുക്കുമ്പോ ഒരു യുദ്ധത്തിന്റെയും വീതിയിലേക്ക് കടന്നു പോകാതെ, ഒരു യുദ്ധക്കളത്തിലേക്ക് ആഴം പരിചയമായി കടന്നു പോകാതെ സന്തോഷത്തോടെ ആ ശുഹദാക്കളോടൊപ്പം ഒരുമിച്ച് കൂടുവാനുള്ളൊരു ഭാഗ്യമുണ്ടാകണമെങ്കിൽ ഓരോ ദിവസവും മരണത്തെക്കുറിച്ച് ഓർക്കണം. ഓരോ ദിവസവും മരണത്തെക്കുറിച്ച് 20 പ്രാവശ്യം ഓർത്താൽ നിനക്ക് ശുഹദാക്കളോടൊപ്പം ഒരുമിച്ച് കൂടാമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആ മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മുടെ കണ്ണുകളിൽ നിന്നും ധാരധാരയായി അശ്രുകണങ്ങൾ പൊഴിഞ്ഞിറങ്ങണം. നമ്മുടെ കണ്ണുകൾ നനയണം. പ്രിയമുള്ളവരെ, ആരാ കരയാത്ത? മരണത്തെക്കുറിച്ച് ഓർച്ചാൽ ഏത് കട്ടിയുള്ള മനുഷ്യന്റെ ഹൃദയമാണ് ലോലമാകാത്തത്? മരണത്തെക്കുറിച്ച് ഓർത്തുപോയ ഫിർഔൻ പോലും തനിക്ക് വേണ്ടി കെട്ട സ്മാരകങ്ങൾ പണിഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം. ആളൊരു അഹങ്കാരിയാണെങ്കിലും അവന് മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ അല്ലാഹയാണെന്നൊക്കെ പറഞ്ഞു, ഞാൻ വലിയവനാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഫിർഔന് ഒരുപാട് കാലം ഇവിടെ ജീവിക്കാൻ കഴിയില്ലെന്ന് അവനിക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഫിർഔൻ തനിക്ക് വേണ്ടി പിരമിഡുകൾ നിർമ്മിച്ചത്. അതുകൊണ്ടാണ് ഫിർഔൻ തന്റെ ശരീരത്തെ അടക്കുവാൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ പിരമിഡുകൾ നിർമ്മിച്ചു. ചരിത്രങ്ങളിൽ കാണാം. ഏത് അഹങ്കാരിക്കും, ഏത് കഠിനമുള്ള ഹൃദയമുള്ളവനിക്കും ഒരു നിമിഷം മരണത്തെക്കുറിച്ച് ഓർത്താൽ ഈ നടന്നു പോകുന്ന ശരീരം നാളെ ചലനമറ്റന്റെ ഭവനത്തിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോ തന്റെ വീട്ടിൽ നിന്നും കുടുംബക്കാരിറങ്ങി ഓടുകയാണ്. പള്ളിയുടെ സമീപത്ത് വന്നുകൊണ്ട് ഉസ്താദിനോട് പറയുന്ന, ഉസ്താദ്, എന്റെ പ്രിയമുള്ള ഉപ്പച്ച മരണപ്പെട്ടു ഉസ്താദ്, എന്റെ ഉപ്പാന്റെ മരണ വാർത്ത ഒന്ന് വിളിച്ചു പറയുമോ? വേദനയോടെ കരയുന്ന കണ്ണുമായിട്ട് ഓടി വരുന്ന മകന്റെ ചിത്രം എന്റെ പ്രിയമുള്ള ഉമ്മ നമ്മുടെ മനസ്സിലുണ്ടോ? പ്രിയപ്പെട്ട പൊന്നുമോളുടെ ശരീരം അത് 2 കൈകളിലും വലിച്ചെടുത്ത ഒരു വല്ലാത്ത മരണത്തിന്റെ രംഗം എന്റെ പ്രിയമുള്ള ഉമ്മമാരെ ഓർക്കാറുണ്ടോ? ആ മരണത്തെ കുറിച്ച് നമ്മൾ ഓർക്കണം. അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ കരയാത്ത കണ്ണുകൾ ഉണ്ടാവൂല, കരയാത്ത ഹൃദയങ്ങൾ ഉണ്ടാവൂല, തേങ്ങാത്ത മനസ്സുകൾ ഉണ്ടാവൂല. പാതിരാവിന്റെ സമയം സയ്യിദുനാ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മാറിടത്തിലേക്ക്, ആ ചൂട് പകരുന്ന മാറിന്റെ സമീപത്തേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളുടെ നെഞ്ചകത്തിലേക്ക് തലവെച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ചോദിക്കുന്നു, അലിയാര് തങ്ങളെ, ഈ ഫാത്തിമ മരിച്ച, ഈ ഫാത്തിമയുടെ ജീവനങ്ങ് അവസാനിച്ചു കഴിഞ്ഞ എനിക്കൊന്ന് തുണയാകുമേ പ്രിയമുള്ളവര്? എനിക്കൊന്ന് കാവൽ നിൽക്കുമോ അലിയാര് തങ്ങളെ എന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന സ്വർഗസ്ഥ സ്ത്രീകളുടെ നേതാവ്, സ്വർഗം കിട്ടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത സയ്യിദത്തുനാ ഫാത്തിമ. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ഫാത്തിമ തങ്ങൾ ചോദിക്കുന്നു, അലിയാര് തങ്ങളെ, ഈ ഫാത്തിമയുടെ ജീവനങ്ങ് കഴിഞ്ഞാൽ, ഈ സുഖങ്ങളെല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ, ഈ പാതിരാവിന്റെ സമയത്ത് മധുവിധ ആവേശിക്കാൻ പോകുന്ന നമ്മളുണ്ടല്ലോ, ഈ ആരും കടന്നു വരാത്ത കുറ്റരട്ടിന്റെ മണിയറക്കകത്ത് ഞാനും നിങ്ങളും ഒരു ശരീരം പോലെ കടന്നിറങ്ങുമ്പോ ഈ ഫാത്തിമയുടെ മനസ്സ് വേദനിക്കുകയാണ്, ഈ ഫാത്തിമയുടെ മനസ്സ് വ്യസനിക്കുകയാണ്. കൂടാതിരുത്താകുന്ന ഖബറിന്റെ ഉള്ളില് ഈ ഫാത്തിമയ്ക്കാരാ കൂട്ടുള്ളത്? മരണവേദനയുമായിട്ട് ഇസ്രായേൽ കടന്നു വന്ന എന്റെ പ്രിയമുള്ള അലിയാര് തങ്ങളെ, ഈ ഫാത്തിമയ്ക്ക് സമാധാനം തരുമോ?
ഫാത്തിമയുടെ വേദന കുറയ്ക്കുമോ എന്ന് വിസരിച്ചുകൊണ്ട് ആ മധുവിധ ആഘോഷിക്കുന്ന രാത്രി പോലെ ഇബാദത്തിന് വേണ്ടി മാറ്റിവെച്ച അലിയാര് തങ്ങളുടെ കുടുംബം നമ്മളെ മറന്നു. ഫാത്തിമ തങ്ങളുടെ കുടുംബജീവിതം നമ്മളെ മറന്നുപോയോ. ആധുനിക നൂറ്റാണ്ടിന്റെ ആഭാസത്തരങ്ങള് സ്ത്രീകളിലൂടെ മൺമറഞ്ഞു പോകുമ്പോ സൂര്യനിന്റെ ആഭാസത്തരങ്ങൾ കടന്നുകൊണ്ട് കുടുംബജീവിതത്തിന്റെ നന്മ പോലും നശിപ്പിച്ചു കളഞ്ഞ, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഭർത്താവിന്റെ ബർക്കത്ത് പോലും നഷ്ടപ്പെടുത്തിയ സീരിയലിന്റെയും സിനിമയുടെ ലോകത്ത് നിന്നിട്ട് എന്റെ പ്രിയമുള്ള സഹോദരിമാരെ മടങ്ങി വരണം കേട്ടോ. ഒരു പാതിരാവിന്റെ സമയത്ത് സൂര്യന് ഭർത്താക്കളുടെ മുന്നിൽ തലകുലിച്ചിരുന്ന് കൊടുക്കുമ്പോ പകലന്തിയോളം കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഭർത്താവിന്റെ കോലുവേലയ്ക്ക് വേണ്ടി എന്ന് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് പോലും കാണിക്കാത്ത ഒരു കുടുംബജീവിതത്തിന്റെ കാതലായി നിലനിൽക്കുമ്പോ മരണത്തിന്റെ മുന്നിൽ മനസ്സ് മടിച്ചു നിൽക്കണ്ട. ആ മരണത്തിന്റെ മുന്നില് നമ്മുടെ ജീവൻ വെച്ച് കൊടുക്കുമ്പോ അള്ളാഹുവിനോട് സമാധാനം പറയണമെന്ന അള്ളാഹുവിനോട് നമ്മൾ പറയേണ്ടി വരും. അള്ളാഹുവിനോട് നമ്മൾ പറയേണ്ടി വരും. നമ്മുടെ ഓരോ രാത്രികളും നമ്മൾ എങ്ങനെ ചെലവഴിച്ചു എന്ന് അള്ളാഹുവിനോട് നമ്മൾ കണക്ക് പറയേണ്ടി വരും. നമ്മൾ കണ്ട സീരിയലുകൾ, നമ്മൾ കണ്ട സിനിമകൾ, നാം കാണുവാനും നാം ഉത്സാഹപ്പെടുത്തുവാനും പോയ ഗാനമേളകളും ബ്രേക്ക് ഡാൻസുകൾക്കും ഒക്കെ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ടൊരു നല്ല മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകണം. അതിന്റെ ഒന്നാമത്തെ ഘട്ടമാണല്ലോ നമ്മൾ പറഞ്ഞത്, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയെപ്പോഴും നിലനിൽക്കണം. ഈ സദസ്സിൽ നിന്നും പിരിയുമ്പോൾ, ഈ സദസ്സിലിരിക്കുമ്പോഴുള്ള ചിന്ത മാത്രമല്ല, ഇവിടെ നിന്ന് നമ്മൾ മടങ്ങിപ്പോയാലും നമ്മുടെ ജീവിതത്തിന്റെ നിമിഷങ്ങളിൽ നമുക്ക് എപ്പോഴും മരണത്തെക്കുറിച്ചുള്ള ചിന്ത വേണം. നമുക്ക് മുമ്പേ കഴിഞ്ഞു പോയ ആളുകളൊക്കെ ആ മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് ജീവിതം ധന്യമാക്കിയത്. നിങ്ങൾക്കറിയുമോ, മഹാനായ തഴവ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു, അദ്ദേഹത്തിന്റെ ജീവിതം വലിയ അനുഗ്രഹങ്ങളുള്ളതായിരുന്നു. പക്ഷേ എപ്പോഴും മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാ. ജീവിച്ചിരുന്നപ്പോൾ തന്നെ തനിക്ക് വേണ്ടി കിട്ട് സ്വന്തമായ ഖബർ നിർമ്മിച്ചു, തന്നെ പൊതിയാനുള്ള കഫം തുണികൾ തയ്യാറാക്കി വെച്ചു. അങ്ങനെ എത്രയോ ആളുകൾ. സയ്യിദ് അബ്ദുറഹ്മാൻ വഫഖി തങ്ങൾ പാണക്കാട് കുടുംബത്തിന്റെ തലവനായി ഒരു ജ്യോതിസിനെ പോലെ മുസ്ലിം ലോകത്തിന്റെ അഭിമാനമായി നിലനിൽക്കുന്ന, സ്മരണകളിൽ എന്നും തുല്യതയില്ലാത്ത നേതാവായി നിലകൊള്ളുന്ന സയ്യിദുന അബ്ദുറഹ്മാൻ വഫഖി തങ്ങൾ മഹാനവറുകൾ, അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഒരു മുസല്ല ഉണ്ടാകും. അതുപോലെ അദ്ദേഹത്തിന്റെ കയ്യിൽ കഫം തുണിയും ഉണ്ടാകും. അതായിരുന്നു അവരുടെയൊക്കെ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം സ്വർഗ്ഗത്തിലാക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു അവരെ പോലെ നമുക്കും നല്ലൊരു മരണം അല്ലാഹു നൽകുമാറാകട്ടെ. അവരൊക്കെ ഭാഗ്യം കിട്ടിയവരാ. എന്താണ് കാരണം? മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, മരണത്തെക്കുറിച്ചുള്ള ചിന്ത. ആ ചിന്ത ഉള്ളപ്പോൾ ജീവിതം എപ്പോഴും ധന്യമായിരിക്കും. നമ്മുടെ ശരീരത്തിലുള്ള അഹങ്കാരങ്ങൾ നീങ്ങിപ്പോകും, നമ്മുടെ ശരീരത്തിലുള്ള മോശത്തരങ്ങൾ നീങ്ങിപ്പോകും. അതുകൊണ്ട് എപ്പോഴും മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകണം. അതുപോലെ മറ്റൊരു ഘട്ടമാണ്, മരിക്കുന്നതിന് മുമ്പ് സ്വന്തമായി മരിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തണം. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ മാത്രം പോരാ, രണ്ടാമതായിട്ട് മരിക്കുന്നതിന് മുമ്പ് ആ മരണത്തിനെ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞ, മരിക്കാനുള്ള തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് നമ്മൾ മരിക്കുമെന്ന് അറിയില്ല, എപ്പോൾ മരിക്കുമെന്നും അറിയില്ല. പരിശുദ്ധമായ ഖുർആനിൽ 5 രഹസ്യങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്. അതിൽ ഒന്ന്, അമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, ഇപ്പോൾ മരിക്കുമെന്നറിയില്ല. ഇതൊക്കെ മരണത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ അത്ഭുതങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ജീവിതം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോ ഏത് സമയം മരിക്കേണ്ടി വന്നാലും ആ മരണത്തിന്റെ മുന്നിൽ വെച്ചു കൊടുക്കാൻ കൂമ്പാരക്കണക്കിന് ഇബാദത്തുണ്ടോ? കെട്ടുകണക്കിന് ഇബാദത്ത് നമുക്കുണ്ടോ? 10, 80, 30, 40 വയസ്സ് കഴിഞ്ഞ എത്രയോ ആളുകളാണ് സദസ്സിലുള്ളത്. 40 വർഷം നമ്മൾ ജീവിച്ചില്ലേ?
40 വർഷം നമ്മൾ ആരോഗ്യത്തോടെ ജീവിച്ചില്ലേ? 80 വയസ്സോളം നമ്മുടെ ഭൂമിലോകത്ത് ജീവിച്ചില്ലേ? 60 വയസ്സോളം ഭൂമിയുടെ മാർഗത്തിലൂടെ ചവിട്ട് നമ്മൾ നടന്നില്ലേ? എന്താ നമ്മൾ സമ്പാദിച്ചത്? എന്താ നമ്മൾ നേടിയെടുത്തത്? എന്താ നമുക്ക് കിട്ടിയ ലാഭം? ചിന്തിക്കാറുണ്ടോ? എത്ര വക്കത്ത് നമസ്കാരങ്ങളാ നമുക്ക് പൊളിഞ്ഞു പോയത്? എത്ര ഇബാദത്തുകളാ നമുക്ക് നന്മയോടെ നിർവഹിക്കാൻ കഴിഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ നമസ്കരിക്കാറുണ്ട്, പക്ഷേ എനിക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി വരുന്നില്ല നബിയേ. ഞാൻ നമസ്കരിക്കാറുണ്ട്, ഒരു വക്കത്ത് പോലും മുടങ്ങാതെ 5 നേരം ഞാൻ നമസ്കരിക്കാറുണ്ട്, പക്ഷേ എന്റെ നമസ്കാരത്തിൽ എനിക്ക് ഭക്തിയില്ല നബിയേ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വരുന്നില്ല നബിയേ. അല്ലാഹുവിനോടുള്ള ഭയത്തോടെ, നിഷ്കളങ്കമായ ഹൃദയത്തോടെ, സമാധാനത്തോടെ എനിക്ക് നമസ്കരിക്കാൻ വല്ല മാർഗവുമുണ്ടോ നബിയേ? നമുക്കുമുള്ളൊരു പ്രശ്നമാണ്. നമുക്കും നമസ്കരിക്കുമ്പോ നമുക്കും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലോ. ഭക്തിയോടെ ഉള്ള ഒരു നമസ്കാരം, ഭയഭക്തിയോടെ കൂടിയുള്ള ഒരു നമസ്കാരം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ ഒരു പ്രശ്നം അത് തന്നെയാണ്. എങ്ങനെയാണ് അല്ലാഹുവിനെ മാത്രം ആലോചിച്ചുകൊണ്ട് മറ്റു ചിന്തകളൊന്നുമില്ലാതെ ഒന്ന് നമസ്കരിക്കാൻ എങ്ങനെ കഴിയാ? നമുക്കുമുള്ളൊരു പ്രശ്നം അത് തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ പരിഹാരം പറഞ്ഞു കൊടുക്കുകയാ. സഹാബത്തെ, വഅമൽ ആഖിറതിക കഅന്നക തമൂതു ഗദാ, നബിയനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നമസ്കാരത്തിൽ നിനക്ക് ഭക്തി വരുന്നില്ല അല്ലേ? നമസ്കാരത്തിൽ നിനക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വരുന്നില്ലല്ലേ? എങ്കിൽ നീ കേട്ടോ, വഅമൽ ആഖിറതിക കഅന്നക തമൂതു ഗദാ. ളുഹർ നമസ്കാരം കഴിയുമ്പോ അസ്ർ നമസ്കരിക്കാനുള്ള ഭാഗ്യമില്ല. അസ്ർ നമസ്കാരം കഴിഞ്ഞാൽ മഗ്രിബിന് വരാനുള്ള ഭാഗ്യമില്ല. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഇശാ നമസ്കാരത്തിനുള്ള ഭാഗ്യമില്ല.